ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്, ഒരു ഫോർവേഡ് മൊമെൻറ്റ് ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് തംബ്നെയിലിൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 ഡെക്കുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വ്യക്തിഗത റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ടെക്ക് അല്ലെങ്കിൽ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതിന്, ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി, ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നതിന് അവർ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്? Clarify the Son of Swords. നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് ഒന്നിനെയും വിശ്വസിക്കാൻ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ വഞ്ചിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ, എന്തിനേയും വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്, എല്ലാത്തിനും ഒരു സംശയത്തോടു കൂടെ നോക്കിക്കാണുക, സമീപിക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് എന്ന് കാണുന്നു. നിങ്ങൾ ആ ഒരു മേഖലയിൽ അതാണ് നിങ്ങൾ ആദ്യം റിലീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടാകണം എന്ന് ഇല്ല. ഓക്കെ, നിങ്ങളെ മുൻപ് പരിചയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ വിശ്വാസത്തിനെ തകർത്തു എന്നുള്ളത് കൊണ്ട് ഇനി പരിചയപ്പെടാൻ പോകുന്ന എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല. ഓക്കെ, അങ്ങനെ ആകും അങ്ങനത്തെ ഒരു ചിന്ത വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എനർജിയിലാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ സബ് കോൺഷ്യസിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ ഇനി ആരെ വിശ്വസിച്ചാലും അവരെന്നെ വഞ്ചിക്കും, അവരെന്നെ പറ്റിക്കും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഒരു സർക്കിൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു ആ ഒരു ഭയം നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നു, സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, നിങ്ങളിലുള്ള ആ ഒരു ഭയം, വഞ്ചിക്കപ്പെടുമെന്നുള്ളൊരു ഭയം, അത് നിങ്ങൾ റിലീസ് ചെയ്യണം. സമയം എടുത്തുകൊണ്ട് ചെയ്താൽ മതി, അത് ധൃതി വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അതൊരു കുറച്ച് സമയമെടുത്ത് നടത്തേണ്ട ഒരു ഹീലിംഗ് ആണ്. ആ ഹീലിംഗ് നടക്കാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അഫർമേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, എന്നിട്ടൊരു മാറ്റമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ക്ഷമയോടെ നിങ്ങൾ ആ ഒരു കാര്യം ഹീൽ ചെയ്യണം, അത് റിലീസ് ചെയ്യണം എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ഏതിനെയും ഏതൊരു വ്യക്തിയെയും സംശയത്തോടെ സമീപിക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ നിന്ന് പോകണം. അത് പോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു നിങ്ങൾ വഞ്ചിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മുറിവ് അത് റിലീസാകണം, ആ ഒരു വൂണ്ട് ഹീലാകണം. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് പോകണം. അപ്പോൾ അതിനാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കാണുന്നു. നമുക്ക് 3 7 കാർഡ്സാണ് കിട്ടിയത്. 777 ആ ഒരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് ആയിരിക്കുക. ഏതൊരു കാര്യം നടക്കുന്നതിനും ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ നടക്കണം എന്നൊരു വാശി പാടില്ല. അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങളിൽ ഉള്ളതായിട്ട് കാണുന്നു. അതാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ആ ഒരു അക്ഷമരാകുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയുന്നു. മൂന്നാമത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സംഭവം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം, നമുക്ക് അതിനെ വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പറയുന്നു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മുന്നിൽ കാണിക്കുന്നതായിരിക്കില്ല അവർ ശരിയായ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കാണുന്നതായിരിക്കില്ല അതിൻ്റെ ശരിയായ എനർജി. അത് നിങ്ങൾ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി അതിനെ സമീപിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു
കീൻ ഒബ്സർവേഷനിലൂടെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സയൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു വ്യക്തി നല്ലതാണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ കൃത്യമായ സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഇല്യൂഷനിൽ പെട്ടുപോകാതിരിക്കുക. ആ ഒരു ടെൻഡൻസി നിങ്ങൾക്കുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇമോഷണലി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്തൊക്കെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങളെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ എങ്ങനെ നിങ്ങൾ അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു ഇമോഷൻസാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മാറ്റുക. ഓക്കെ, നിങ്ങളുടെ കീൻ ഒബ്സർവേഷൻ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനെ ക്ലൗഡ് ചെയ്യാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ആ ഒരു ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകുന്നത്, പെട്ടെന്ന് ആ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അതിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു വ്യക്തി, ആ ഒരു സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുക. ഓക്കെ, നിങ്ങളുടെ ശരീരം എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുക. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ശരീരം റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് മോശമാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ഡിസ്റ്റർബൻസ് കാണിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതും നിങ്ങളോട് എടുത്ത് പറയുന്നു. നിങ്ങൾ റിലീസ് ചെയ്യേണ്ട മറ്റൊരു എനർജി അതാണ്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും വ്യക്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, അതിലെന്തൊക്കെ റിസ്ക് ഇൻവോൾവ് ആണ് എന്നതിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാവണം. അങ്ങനെ വേണം നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം, നേടിയെടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ പകച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ആക്ഷൻ എടുക്കണം. നിങ്ങളിൽ നിന്നാണ് ആദ്യത്തെ ആക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു റൈറ്റ് ടൈം വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ആ കാര്യം, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അതിൽ ഫോക്കസ് ചെയ്യുക, അതിൽ എന്ത് ആക്ഷൻ എടുക്കണമെന്ന് നോക്കുക, ആക്ഷൻ എടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതിൽ എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്, അത് എത്രത്തോളം നിങ്ങളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇഫ് സംതിങ് ഗോസ് റോങ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നിങ്ങൾ എത്രത്തോളം എഫക്റ്റ് ചെയ്യും, ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായതിന് ശേഷം മാത്രം അതിനിറങ്ങിത്തിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഒബ്സർവേഷൻ സ്കിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാൻ പറയുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു നല്ല ഇൻറ്റൻഷനോടെ അല്ലാതെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള സൈൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നൽകുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ സൈൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും അതനുസരിച്ച് ആ ആളുകളായിട്ട് ഒരു അകലം പാലിക്കാൻ പറ്റുകയും ചെയ്യുക. ഓക്കെ, പക്ഷെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ടെൻഡൻസി നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഏതൊരു കാര്യവും നേരായ വഴി കൂടെ തന്നെ നേടിയെടുക്കാൻ, ഏതൊരു കാര്യത്തിലും ആ ഒരു ഫെയർനെസ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കുറുക്ക് വഴി കൂടെ ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. ഓക്കെ, പിന്നെ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ടെൻഷൻ അടിക്കുക. പ്രത്യേകിച്ച് ഭാവിയെ സംബന്ധിച്ച്, നടക്കാനിരിക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോണേ എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ടെൻഷൻ അടിക്കുക. അതിനെ ഏറ്റവും മോശമായ രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി. ഓക്കെ, ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി അതുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യണമെന്ന് പറയുന്നു. അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നതും ആൻസൈറ്റി ഉണ്ടാകുന്നതും അത് നിങ്ങൾക്ക് നല്ലതല്ല. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ ഒരു ലോ വൈബ്രേഷൻ എനർജിയിലാണ് ആയിരിക്കുന്നത്. അതിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ലോ വൈബ്രേഷനായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്ക് തോന്നും, ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഭാവിയിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കാരണം നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ച് ആ ഒരു എനർജിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്ത് വേണം, ഭാവിയെക്കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഭാവിയിൽ എന്തെങ്കിലും നടക്കുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ നടക്കാം എന്നതിനെക്കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ഇനി നിങ്ങളുടെ ചുറ്റുള്ള ആരെങ്കിലും എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അവരുമായിട്ട് ഒരു അകലം പാലിക്കുക. അങ്ങനത്തെ ആളുകളുമായിട്ട് അധികം ഇൻറ്ററാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ,
നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. നിങ്ങളോട് യൂണിവേഴ്സ് ചോദിക്കുകയാണ് അവിടെ, എന്തുകൊണ്ട് നിങ്ങളതൊന്നും അക്നോളജ് ചെയ്യുന്നില്ല? ഓക്കെ, നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത്, നിങ്ങളുടെ ശരിയായ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രൂ സ്ട്രെങ്ത് എന്താണ് എന്നറിയണം. അതിനറിയണമെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങൾ എന്താണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. വലിയ വലിയ നേട്ടങ്ങളല്ല പറയണത്, ചെറുതും വലുതുമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു പോയിന്റ് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങൾ, ഓക്കെ, ഏതെങ്കിലും പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ചത് പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ ശരിയായ കഴിവുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്. ഇതിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ കിട്ടും. അത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം കൊണ്ടുതരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളെയും വിജയങ്ങളെയും അവഗണിക്കുന്ന ഒരു പ്രവണത നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഒരിക്കലും ഇവിടെ നമുക്ക് ഡിവൈൻ കൗണ്ടർ പാർട്സിനെ കിട്ടിയാണ്, ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് പറയുന്നു, ഒരു കാരണവശാലും നിങ്ങളുമായിട്ട് അലൈൻഡ് അല്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാകാതിരിക്കുക. അതായത് ബയർ മിനിമത്തിൽ നിങ്ങൾ സെറ്റിൽഡ് ആവാതിരിക്കുക. ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ക്ഷമ വേണം. നിങ്ങൾ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ആ വ്യക്തിയും അവരിലെ അപ്ഗ്രേഡ് ആകേണ്ടതുണ്ട്. അപ്പോഴാണ് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ട് ഒരു സക്സസ്ഫുൾ ബ്യൂട്ടിഫുൾ ഒരു യൂണിയനിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഇത്ര വയസ്സായി, ഇനി ആയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, അങ്ങനെ നിങ്ങൾ കാണാതിരിക്കുക. അതൊക്കെ നമ്മുടെ സൊസൈറ്റി കുറേ നമ്മുടെ എന്താ പറയുക നമുക്ക് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇത്ര വയസ്സിനുള്ളിൽ ഒരു എന്താ പറയുക വിവാഹം കഴിഞ്ഞാലേ ലൈഫ് ഹാപ്പി ആവുള്ളൂ, അത് കഴിഞ്ഞാൽ ആയിരിക്കില്ല, അങ്ങനെ ഒന്നും വിചാരിക്കാതിരിക്കുക. നിങ്ങൾ ആ ഒരു സൊസൈറ്റി കണ്ടീഷൻ ചെയ്തതിൽ തന്നെ ട്രാപ്പായി പോകാതിരിക്കുക. ഓക്കെ, കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ ആരാണ്, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അവരുമായിട്ടുള്ള ജീവിതം നിങ്ങളുടെ എങ്ങനെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുത്താവുന്നതിൻ്റെ മാക്സിമം വ്യക്തത കൊണ്ടുവരിക. അത് വെച്ചുകൊണ്ട് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരിക്കലും ചേസ് ചെയ്യാൻ പാടില്ല. എനർജീനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആ ചേസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്, അത് ചെയ്യാതിരിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലാകെ ഒരു ഡെസ്പറേറ്റ് എനർജി നിങ്ങളിൽ കണ്ടു, ഒരു ഡെസ്പറേഷൻ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു ചിന്ത കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വിവാഹം എന്നൊരു ടെൻഡൻസി കാണുന്നു. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്കത് ഒരുപാട് വിഷമാണ് ഉണ്ടാക്കുക, നിങ്ങൾ നിരാശപ്പെടുകയുള്ളൂ അതിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വേദന വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യരുതെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മാത്രം, മെസ്സേജ് വഴി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എനർജിയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുരോഗതി കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ മറക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച ഒരു സങ്കടമുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളവിടെ ട്രാപ്ഡ് ആണ്. കണ്ടോ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, കുറേ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് ആ കഴിവില്ല, ഈ കഴിവില്ല. അതൊക്കെ അവരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലേ, അവർ പറഞ്ഞതല്ലേ, അവർ പറഞ്ഞതാണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അങ്ങനെയല്ല, അത് സത്യമല്ല എന്ന് മനസ്സിലാക്കാതെ തന്നെ അത് അവരുടെ പേഴ്സ്പെക്റ്റീവാണ്. പലപ്പോഴും പലരും നമുക്ക് നേരെ എന്താ പറയുക ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവരുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോഴാണെന്ന് മനസ്സിലാക്കുക. ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അത് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് നമ്മളിൽ
നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതിലവർ അങ്ങനെ ബ്ലെയിം ചെയ്യുമ്പോൾ ഓക്കെ അവർക്കും എന്തോ കുറവുണ്ട് എന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുക, അത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റുള്ളവർ, പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ്, ഓക്കെ, അവർ മൂലം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചില തെറ്റായ ധാരണകൾ, അത് നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യണം. ആ പാസ്റ്റും റിലീസ് ചെയ്യുക. അത് കഴിഞ്ഞു പോയതാണ്. നിങ്ങൾ എന്തിനാണ് ഈ കഴിഞ്ഞു പോയ കാലത്തിൽ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണേ? ഓക്കെ, അവിടെ നിങ്ങളുടെ യാതൊരു തെറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഒബ്വിയസ്ലി നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ ഡയറക്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അത്രയും ബോധ്യമുണ്ടെങ്കിൽ ഓക്കെ. അല്ല, നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടാണ് നിന്നത്, വളരെ ഓണസ്റ്റ് ആയിട്ടാണ് നിന്നത്, എന്നിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. ഓക്കെ, അവർ അത്തരത്തിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ കൂടുതൽ ആ ഒരു പാസ്റ്റിൽ ചിന്തിച്ച് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ, അതിൽ നിന്ന് ഹീൽഡ് ആകാതെ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ട്രാപ്പായി നിൽക്കും. ആ ഒരു തരത്തിലും ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു സ്റ്റക്കായ അവസ്ഥ, അതാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ പാസ്റ്റിനെ വിട്ടുകളയുക. അത് കഴിഞ്ഞു പോയതിനെ ഒരു കാരണവശാലും നമുക്ക് തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവർ വേദനിപ്പിച്ച് പോയ വ്യക്തികൾക്കോ വേദനിപ്പിച്ച സാഹചര്യങ്ങൾക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളെയാണ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, മറ്റാരെയുമല്ല. അതുപോലെ അവർ മൂലം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും അത് അവരുടെ ചിന്തകളാണ്, അവരുടെ അഭിപ്രായങ്ങളാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയും റിലീസ് ചെയ്യുക. അതുപോലെ ഭാവി, അതായത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഇനി മുന്നോട്ട് എങ്ങനെ, ഇനി ഭാവിയിൽ എങ്ങനെ, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്താണെന്ന് വിചാരിക്കും, നിങ്ങൾ അത്രയും നന്നായി വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി എങ്ങനെയാവും ജോലിയിൽ, ഇനി എന്താവും, എനിക്ക് ഇനി ഇതുപോലെ നല്ലൊരു സ്ഥലം കിട്ടുമോ, അല്ലെങ്കിൽ ഇനി ഇതിനേക്കാളും മോശമായൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകേണ്ടി വരിക, ഇനി ഞാൻ പോകുന്ന സ്ഥലത്ത് വീണ്ടും ഇതുപോലെ അനുഭവം ഉണ്ടാവും. ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലാണ് നിങ്ങൾ ഈ സ്റ്റാഗ്നൻസി കൂടുതൽ ഫേസ് ചെയ്യുന്നത്, അവിടെ ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ അനാവശ്യമായ വേവലാതികൾ, അനാവശ്യമായിട്ടുള്ള എന്താ പറയണ്ടേ ഭയങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയില്ലേ ഭാവിയിൽ എന്തായിരിക്കണേ എന്നുള്ളത്. ഓക്കെ, അത് നല്ലതും ആവാം ചീത്തയാവാം. നിങ്ങൾക്ക് നല്ലതായിട്ട് ചിന്തിച്ചൂടെ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കൂ, നല്ലതായിരിക്കും. ഓക്കെ, ഇനി നല്ലതായിരിക്കും. ശരിയാണ്, ഇപ്പോൾ കഴിഞ്ഞു പോയത് മോശമായിരുന്നു, അത് മോശമായതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് യൂണിവേഴ്സ് എടുത്ത് കളഞ്ഞത്, എനിക്ക് ഇനി നല്ലതാണ് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും, എനിക്ക് നന്നായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും, എനിക്ക് അത്രയും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിരിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങളാണ് വരുന്നത്. ഓരോന്ന് അവസാനിക്കുമ്പോൾ പിന്നൊരു പുതിയ തുടക്കമാണ്. ഓരോ അവസാനവും വേറൊരു തുടക്കത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ആ മാറ്റങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ഓക്കെ, എല്ലാം യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടന്നു പോകുന്നത് എന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ നിങ്ങൾക്ക് ശരിയാണ് ഈ ഒരു മോശം അവസ്ഥ ഉണ്ടായില്ല എന്ന് പറയുന്നില്ല, പക്ഷെ അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടാവരുത്. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങും. എല്ലാ ദിവസവും ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, വിജയങ്ങൾ, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ, അതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ബുക്ക് എടുക്കുക. എല്ലാ ദിവസവും അതിൽ എഴുതി വയ്ക്കുക. ഒരു 5 കാര്യങ്ങൾ എഴുതാനെങ്കിലും പറ്റണം. ഓക്കെ, അതിന് വലിയ കാര്യങ്ങളാവണമെന്നില്ല, ചെറിയ കാര്യങ്ങളായാലും മതി. അങ്ങനെ ആകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ഒരു രീതിയാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞു പോയ കാലത്തിലും നെഗറ്റീവായി സംഭവിച്ച കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരിക. ഓക്കെ, അത് നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്, അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക. ഇനി ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തിൽ നിങ്ങൾക്ക് നടന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരാൻ തുടങ്ങും. അത് നിങ്ങളുടെ ബ്രെയിനിനെ ഒന്ന് റീവയർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആ ഒരു നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ എനർജിയിലും ഓട്ടോമാറ്റിക്കലി ഒരു അപ്ഗ്രേഡ് സംഭവിക്കും. നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി ഹൈ വൈബ്രേഷനിലാകും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ കൊണ്ടുവരാൻ സഹായകമാകും എന്ന് കാണുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ വേണം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഡിസിപ്ലിൻ വേണം എന്ന് പറയുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക,
അതുപോലെ ലൈഫിലൊരു റുട്ടീൻ കൊണ്ടുവരിക, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. കാരണം അതൊക്കെ എനർജി ക്ലെൻസിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു സ്ഥലം കാലങ്ങളായിട്ട് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അവിടെ എടുത്ത സാധനങ്ങളൊക്കെ തട്ടിക്കുടഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് അവിടെ സേവ് ചെയ്ത് വെക്കേണ്ടതിന് മാത്രം എടുത്തു വെച്ച് ബാക്കിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിടുക. ഓക്കെ, പിന്നെ നിങ്ങളോട് വീണ്ടും പറയുന്നു, കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അതിന് റിലീസ് ചെയ്യാം. അതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചു ഇല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാക്കി നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ആ ഒരു ബന്ധം, അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു. എങ്ങനെയൊക്കെ ആകണം, എങ്ങനെയൊക്കെ ആകരുത് എന്നുള്ള പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു. ആ പാഠങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യമാണ് ഇമോഷണലി ബാലൻസ്ഡ് ആകുക. ഓക്കെ, ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആകണം. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ അവസ്ഥ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇനി ആരോടും ഇമോഷണലി അവൈലബിൾ ആയിരിക്കില്ല, എല്ലാവരെയും അകറ്റി നിർത്തും, എല്ലാവരോടും ഒരു കോൾഡ് ബിഹേവിയർ ആണ് ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, ഒരാൾ അങ്ങനെയായി അല്ലെങ്കിൽ ഒരു വ്യക്തി അങ്ങനെ വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചാക്ഷേപിക്കാനായിട്ട് പാടില്ല. അപ്പം നിങ്ങളോട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം, പക്ഷേ ഇമോഷണലി ബാലൻസ്ഡ് ആയിരിക്കണം. ഏതൊരു കാര്യത്തിനെയും ഇമോഷണലി അതിനെ സമീപിക്കാതിരിക്കുക. നിങ്ങളുടെ ലോജിക്കൽ സൈഡും ഇമോഷണൽ സൈഡും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, പലപ്പോഴും ഇമോഷൻസ് ഓവർലാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്, ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം, പക്ഷേ എല്ലാ കാര്യത്തിലും ഇമോഷൻസ് ഇങ്ങനെ കൂടുതൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇമോഷൻസിനെ മുൻനിർത്തിക്കൊണ്ടല്ല തീരുമാനം എടുക്കേണ്ടത്. ഇമോഷൻ സൈഡും ലോജിക്കൽ സൈഡും പെർഫെക്റ്റ് ബാലൻസിലായിരിക്കണം. എന്നിട്ട് വേണം നിങ്ങളൊരു തീരുമാനത്തിലെത്താനായിട്ട്. ഓക്കെ, അതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വളരെ ക്രൂവലായിട്ട് ഭയങ്കര ഒരു ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ പെരുമാറുന്നത് നിർത്തുക. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കില്ല, പക്ഷെ നിങ്ങളത് ഇൻറ്റൻഷനലി ചെയ്യാണ്. കാരണം നിങ്ങൾക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ളവരോടൊക്കെ ഒരു ദേഷ്യം, വെറുപ്പ്, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് മാറ്റാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അത് നിങ്ങൾ ലോ വൈബ്രേഷൻ എനർജിനെ അട്രാക്ട് ചെയ്യാനായിട്ടാണ് കാരണമാക്കുക. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ആ ലോ വൈബ്രേഷണൽ എനർജി അല്ല അവിടെ വേണ്ടത്, ഹൈ വൈബ്രേഷണൽ എനർജിയാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലെ മെസ്സേജ് വഴി മാത്രം കോൺടാക്ട് ചെയ്യുക. കോളുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്നറിയിക്കുകയാണ്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി ഉണ്ടാകുന്നതിന് നിങ്ങൾ എന്തൊക്കെ റിലീസ് ചെയ്യണമെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതിന് അവരെന്തൊക്കെയാണ് റിലീസ് ചെയ്യേണ്ടത്, അവരെന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്? നിങ്ങളോട് ആദ്യമേ പറയുന്നു, ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലായിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കാര്യത്തിനെയും ചേസ് ചെയ്യാതിരിക്കുക, ഒരു കാര്യത്തിൻ്റെയും പിന്നാലെ പോകാതിരിക്കുക, അതിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക. ഓക്കെ, ഏതൊരു കാര്യവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഡിവൈൻ ടൈമിങ്ങിൽ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നടക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുക. ചുറ്റുള്ളവരോട് ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം, ആ ഒരു സഹാനുഭൂതി, അതൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കുക. അത് നിങ്ങളുടെ ക്വാളിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ക്വാളിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനെയും അതെപ്പോൾ നടക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ചേസിങ് എനർജിയിലാകാതെ അത് എന്തായാലും നടക്കും. അതിന് ഡിവൈൻ ടൈം ഉണ്ട്, ഡിവൈൻ പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് എന്തായാലും നടന്നിരിക്കും. ആ സമയത്ത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് എൻ്റെ ആഗ്രഹം നടത്തി തരുന്നതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്നായിരിക്കണം നിങ്ങളുടെ ഒരു എനർജി. പിന്നെ മാത്രമല്ല, നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ലെവലുണ്ട്, അതിന് താഴെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അത് ഏതൊരു കാര്യത്തിലും, അത് റിലേഷൻഷിപ്പ് ആയാലും ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറുന്ന രീതിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾ അർഹിക്കുന്ന
ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിന് താഴെ നിങ്ങളെ ആര് ട്രീറ്റ് ചെയ്താലും, ഒരു ഇൻഫീരിയർ ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് നിന്ന് കൊടുക്കാതിരിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരാൾ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ലെവല് നിങ്ങൾ തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് താഴെ ഒരാൾ നിങ്ങളോട് പെരുമാറുമ്പോൾ അതിനെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുന്നത് വഴിയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കണേ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, അത് ഒബ്വിയസ്ലി ചിലർക്ക് ഒരു മുഷിപ്പുണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അതായത് വളരെ ഡെപ്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടാവും, കുറേ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ചില വിശ്വാസങ്ങളിൽ ഒക്കെ ഒരു പെട്ടെന്നൊരു കാര്യമായൊരു മാറ്റമൊക്കെ ഉണ്ടാകും. ആ മാറ്റത്തിനൊക്കെ ഉൾക്കൊള്ളുക. ഓക്കെ, ആ ചിലപ്പോൾ ചില മാറ്റങ്ങളൊന്നും സുഖകരമാകില്ല, പക്ഷെ അതിനർത്ഥം നിങ്ങൾക്ക് നല്ലതല്ല എന്നല്ല. ഓക്കെ, ആ മാറ്റങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം. പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളിവിടെ നിങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളത് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു സമയം കണ്ടെത്തണം. നിങ്ങളുടെ ഒരു സെൽഫ് കെയർ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആകണം. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഒരു ഹെയർ കെയർ റുട്ടീൻ, സ്കിൻ കെയർ റുട്ടീൻ, അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ടൊരു സമയം, ഓക്കെ, നിങ്ങൾക്കായിട്ടൊരു സമയം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ചെയ്യുക. അതൊരു എന്താ പറയുക, അതൊക്കെ ആർഭാടാണ്, അതിൻ്റെ അത്യാവശ്യമില്ല എന്ന് വിചാരിക്കരുത്. അത് നെസസിറ്റിയാണ്, അതൊരിക്കലും ലക്ഷറി അല്ല. ഓക്കെ, അത് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന പല അനുഭവങ്ങളുണ്ടാകും ഇല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റുകൾ ഉണ്ടാകും. ചെറിയ ചെറിയ മൊമെൻറ്റുകളാകാം, പക്ഷെ അതിൽ മാക്സിമം എൻജോയ് ചെയ്യുക, അതിൽ മാക്സിമം സന്തോഷിക്കുക. അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സിൽ കൂടുതൽ എൻഗേജ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു കാര്യം ഒരു സമയം മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നടക്കുന്നത് കാണാനില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇത് വേണ്ടായിരിക്കും, ഇത് ചിലപ്പോൾ എനിക്ക് നല്ലതല്ലായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം അനുമാനിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വേറൊരു കാര്യത്തിലേക്ക്, അപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ, അപ്പം ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ അത് പറ്റില്ല, ഞാൻ വേറെ നോക്കാം, അങ്ങനെ വിചാരിച്ച് അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു ഉറപ്പില്ല. ആദ്യം ഒരു കാര്യം പറയുന്നു വേണമെന്ന്, പിന്നെ പറയുന്നത് വേറെ കാര്യം വേണമെന്ന്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് എപ്പോഴും കൺസിസ്റ്റൻസിയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ മറ്റുള്ളവരെ കണ്ണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉയരത്തിലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം തനിയെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ഈശ്വരനിൽ അത്രയും വിശ്വസിച്ചുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയങ്ങൾ, കാര്യങ്ങൾ, അതൊക്കെ, അതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ, അതൊക്കെ നിങ്ങൾ മാറ്റണം. ആ ഒരു ടെൻഡൻസി ഒക്കെ നിങ്ങൾ മാറ്റണം. നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷനുമായിട്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകാൻ. നടക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. അതിന് വേണ്ടുന്ന ആക്ഷൻസ് നിങ്ങൾ എടുത്തു തുടങ്ങാം. നിങ്ങൾക്കപ്പോൾ പ്രോഗ്രസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ യാത്രകൾ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു യാത്ര ആ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യണം. അത് വേണ്ടാന്ന് വെക്കരുത് എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ നിങ്ങൾക്ക് അതൊട്ടും ഹാപ്പിനെസ് തരുന്നില്ല, നിങ്ങൾക്കതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കും. ഒരു റിലേഷൻഷിപ്പ് അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. ഇതിലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ഭാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. കാരണം നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ്, അതൊരു ഭാരമാണ്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഒരു ഡ്യൂട്ടി പോലെ നിങ്ങൾ ചെയ്യണേ. അങ്ങനെയല്ല വേണ്ടത് ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു അതിനെ ഉപേക്ഷിക്കാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നിങ്ങൾക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട്. അത് ഏത് അവസരമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഭാവിയിൽ വാഗ്ദാനം ചെയ്യുന്നത്, ആ അവസരവുമായിട്ട് മുന്നോട്ട് പോകാൻ, ആ ഒരു അവസരത്തിന് പ്രാധാന്യം കൊടുക്കാൻ യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഒരു സമാധാനമാണെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. ഓക്കെ, അതുപോലെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാൻ പറയുന്നു. നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈം എന്നുള്ളതിൽ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്.
ഏതൊരു കാര്യം നടക്കുന്നതിന് അതിന് ശരിയായ സമയമുണ്ട്. ആ ശരിയായ സമയത്ത് നടക്കുമ്പോഴേ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഏതൊരു കാര്യവും അതിൻ്റെ ശരിയായ സമയത്ത് നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടി കാത്തിരിക്കാൻ, അതിനുവേണ്ടി പ്രതീക്ഷയോടെ ഇരിക്കാൻ നിങ്ങൾക്കൊരു ക്ഷമ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ നിങ്ങളിലേക്ക് വരുന്ന ചില അനുഗ്രഹങ്ങൾ, ചില കമ്മ്യൂണിക്കേഷൻ, ചില അവസരങ്ങൾ, അതിനെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. അതിന് വേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കേണ്ടതാണെങ്കിൽ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കണം. അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം അതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതാണ് നിങ്ങൾ ചോദിക്കാതെ നിങ്ങളിലേക്ക് എത്തുന്ന ചില സഹായങ്ങൾ ഉണ്ടാവും, ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും, ചില സജഷൻ, ചില അഡ്വൈസസ്, ചില അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആരോടെങ്കിലും അതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും. അത് നല്ലതല്ല. ഓക്കെ, നിങ്ങളോട് പറയുന്നത് പരമാവധി നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കി വയ്ക്കാൻ പറയുന്നു. അത് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അത് നടന്നു കഴിയുമ്പോൾ അവരൊക്കെ അറിയുമല്ലോ, പറഞ്ഞാൽ മതി. ഓക്കെ, അതാരെങ്കിലും ഇപ്പോൾ എന്തുകൊണ്ട് മുന്നേ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ പറയാമല്ലോ. അത് എനിക്ക് നടക്കില്ലയോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ അതിനായിട്ട് പരിശ്രമിച്ചു, നടക്കുന്നൊരു വിശ്വാസവും പ്രതീക്ഷ ഉണ്ടായിരുന്നു. നടന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വളരെ ഒരു ഒഴുക്കമട്ടിൽ അത് അങ്ങോട്ട് പറയാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് വിലപിടിപ്പുള്ള കാര്യങ്ങൾ നിങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതെന്ത് തന്നെയാണെങ്കിലും അവിടെ നിങ്ങൾ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് ആകാൻ പാടില്ല. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് വഴി മാത്രം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും ഫോൺ കോളുകൾ സ്വീകരിക്കുന്നതല്ല എന്ന് അറിയുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്